ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലെ തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസികളൊക്കെ വന്നിട്ടുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. നമ്മുടെ കേരളത്തിലെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിലായിട്ട് ഒരുപാട് പൊസിഷനുകളിലായിട്ട് ലുലു ഇപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്കിൻ ഇന്റർവ്യൂ വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസികളുള്ള പോസ്റ്റായ സെയിൽസ്മാന്, സെയിൽസ് വിമന്, കാഷ്യർ, അതേപോലെ ഹെൽപ്പർ മുതലായ പോസ്റ്റുകളിലേക്കൊന്നും ഈവൻ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ജോലികളിലേക്കൊക്കെ അതിൻ്റെ പോസ്റ്റുകളിലേക്കുള്ള വാക്കിൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. അതുമാത്രമല്ല മറ്റൊരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. സ്റ്റോർ കീപ്പർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, ടെയിലർ, വിഷ്വൽ മെർച്ചൻഡൈസർ, അതേപോലെ സൂപ്പർവൈസർ, അങ്ങനെ ഒരുപാട് പൊസിഷനുകളിലേക്ക് ഒരു ബൾക്ക് റിക്രൂട്ട്മെന്റ് ആണ് ലുലു അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ പൊസിഷനുകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത, എന്നാണ് ഈ ഒരു വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത്, എവിടെയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത്, അതേപോലെ ഇന്റർവ്യൂവിന് പോകുന്ന ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പ്രത്യേകം കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസും ഡെയിലി അപ്ഡേറ്റ്സും ഒക്കെ പെട്ടെന്ന് ലഭിക്കാനായി ഒരു ഇന്റർവ്യൂ ഡേറ്റ് ഒക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം ഒരുപാട് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസികൾ വരുന്ന പോസ്റ്റാണ് ഈ ഒരു സെയിൽസ് മാൻ, അതേപോലെ സെയിൽസ് വിമൻ എന്നുള്ളത്. ഈ പോസ്റ്റുകളിൽ ഒരു ബൾക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഫ്രഷേഴ്സ്, അതായത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത കേവലം SSLC അല്ലെങ്കിൽ +2 ആണ്. SSLC ഉണ്ടെങ്കിലും +2 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി സമാന മേഖലയിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഓൾറെഡി സെയിൽസ്മാൻ ആയിട്ടോ സെയിൽസ് വിമൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയർ സെയിൽസ്മാൻ അല്ലെങ്കിൽ സീനിയർ സെയിൽസ് വിമൻ എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് 22 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. അതിന് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അത് ടെക്സ്റ്റൈൽ മേഖലയിലാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ കാഷ്യർ പോസ്റ്റ് ആണ്. നമുക്കറിയാം ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ഒരുപാട് വേക്കൻസികൾ വരുന്ന മറ്റൊരു പോസ്റ്റാണ് കാഷ്യർ എന്നുള്ളത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 ആൻഡ് അബവ് ആണ് അവർ ചോദിക്കുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യത. പണ്ടൊക്കെ കാഷ്യർ പോസ്റ്റിന് ഒരു BCom ആയിരുന്നു മിനിമം ചോദിക്കുന്നത്. ഇപ്പോൾ അവർ ചോദിക്കുന്നത് +2 ആൻഡ് അബവ് ആണ്. ഫ്രഷേഴ്സ് ആണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന മറ്റൊരു പോസ്റ്റാണ് ഹെൽപ്പർ അല്ലെങ്കിൽ പാക്കർ എന്നുള്ളത്. എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് കമൻസിലൂടെ ചോദിച്ച കാര്യമാണ്, പാക്കറിൻ്റെ വേക്കൻസി ഉണ്ടോ, ഹെൽപ്പറിൻ്റെ വേക്കൻസി ഉണ്ടോ. സോ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഈ ഹെൽപ്പർ അഥവാ പാക്കർ എന്നുള്ളത്. ഇതിന് പ്രത്യേകിച്ച് അവർ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് മറ്റേ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നല്ല ശാരീരിക യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റു പോസ്റ്റുകൾ വന്നിട്ടുള്ളത് സൂപ്പർവൈസറിന്റെ പോസ്റ്റ് ഉണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുണ്ട്. കാഷ്വൽ സൂപ്പർവൈസറുടെ വേക്കൻസി ഉണ്ട്. ചിൽഡ് ആൻഡ് ഡയറി, ഹോട്ട് ഫുഡ്, ഗ്രോസറി, ഫുഡ് ആൻഡ് നോൺ ഫുഡ്, ബേക്കറി, റോസ്റ്ററി, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഉണ്ട്. ഹൗസ് ഹോൾഡ്, ഇലക്ട്രോണിക്സ്, ഈ മൊബൈൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്ത് സെയിൽസ്മാൻ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവൽ എന്ന രീതിയിൽ സൂപ്പർവൈസറിന്റെ റോളിൽ പരിഗണിക്കാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക്കൽ, മൊബൈൽസ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, മെൻസ്, ലേഡീസ്, അതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷം മുതൽ 4 വർഷം വരെയാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. റൈഡ് ഓപ്പറേറ്ററിന്റെ വേക്കൻസി ഉണ്ട്. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം. ബുച്ചർ അഥവാ ഫിഷ് മോങ്കറിന്റെ വേക്കൻസി ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യത ഒന്നും അവർ പറയുന്നില്ല. സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് വിഷ്വൽ മെർച്ചൻഡൈസറിന്റെ വേക്കൻസി. 22 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എനി ഡിഗ്രി ആണ് അവർ ചോദിക്കുന്നത്. 2 to 4 ഇയേഴ്സ് റെലവെന്റ് എക്സ്പീരിയൻസ്. അപ്പാരൽ ഇൻഡസ്ട്രിയിൽ ആയിട്ട് ഒരു വിഷ്വൽ മെർച്ചൻഡൈസർ ആയിട്ട് 2 മുതൽ 4 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ ടെയിലറിന്റെ വേക്കൻസി ഉണ്ട്. ജെൻസിന്റെയും ലേഡീസിന്റെയും വേക്കൻസി ഉണ്ട്. 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 വർഷമാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്.
പിന്നെ കുക്കിങ്ങിന്റെ പോസ്റ്റായ സോസ് ഷെഫ്, കൊമ്മി ഷെഫ് അതിലൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. സോസ് ഷെഫിനൊക്കെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, അതല്ലെങ്കിൽ സമാന മേഖലയിൽ 4 വർഷം മുതൽ 8+ ഇയേഴ്സ് ഒക്കെ വരെ ആ ഒരു റെലവെന്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് വേക്കൻസികൾ വരുന്ന മറ്റൊരു പോസ്റ്റാണ് സെക്യൂരിറ്റി സൂപ്പർവൈസർ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്, അല്ലെങ്കിൽ CCTV ഓപ്പറേറ്റർ ഒക്കെ. ഇതിന് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ് ആണ് അവർ മെയിൻലി ചോദിക്കുന്നത്. 1 വർഷം മുതൽ 7 വർഷം വരെയാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പിന്നെ കുക്സിന്റെ ഒക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട്. സൗത്ത് ഇന്ത്യൻ കുക്ക്, നോർത്ത് ഇന്ത്യൻ കുക്ക്, കോണ്ടിനെന്റൽ, ചൈനീസ്, അറബിക്, ബേക്കർ, ബ്രോസ്റ്റഡ് മേക്കർ, ഷവർമ മേക്കർ, സാൻഡ്വിച്ച് മേക്കർ, ഈ ഒരു കുക്കിംഗ് മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഗൾഫിൽ നിന്ന് വിരമിച്ച് വരുന്നവരൊക്കെ ഒരുപാട് ഉണ്ടാവും. സോ അവർക്ക് ഇതുപോലുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ അറിയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നവരുണ്ടാവും. കാരണം വിദേശ രാജ്യത്തൊക്കെ ഈ ഒരു മേഖലയിലായിരിക്കും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക. സോ നാട്ടിൽ വന്ന് അവർ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ. പിസ്സ മേക്കർ, ജ്യൂസ് മേക്കർ, ബിരിയാണി സ്പെഷ്യലിസ്റ്റ്, ട്രഡീഷണൽ സ്നാക്സ് മേക്കർ, പാസ്ട്രി മേക്കർ, അങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഈ ഒരു കുക്കിംഗ് മേഖലയിൽ വന്നിട്ടുണ്ട്. ഇതിനവർ ചോദിക്കുന്ന യോഗ്യത ഒന്നല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആ ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ സമാന മേഖലയിൽ കുക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മെയിൻ്റനൻസ് സൂപ്പർവൈസറിന്റെ വേക്കൻസി ഉണ്ട്. മെയിൻ്റനൻസ് സൂപ്പർവൈസർ, അതേപോലെ HVAC ടെക്നീഷ്യൻ, അല്ലെങ്കിൽ മൾട്ടി ടെക്നീഷ്യന്റെ ഒക്കെ വേക്കൻസി ഉണ്ട്. അതിന് MEPയിലുള്ള നോളജ് ആണ് അവർ പറയുന്നത്. ഇലക്ട്രിക്കൽ ലൈസൻസ് വേണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech അല്ലെങ്കിൽ ഡിപ്ലോമയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്, പ്ലസ് 4 വർഷത്തെ എക്സ്പീരിയൻസ്. അടുത്തത് ഗ്രാജുവേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സ്റ്റോർ കീപ്പർ, അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ളത്. ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം വിത്ത് 1 to 2 years ഓഫ് റെലവെന്റ് എക്സ്പീരിയൻസ്, സമാന മേഖലയിലുള്ള റെലവെന്റ് എക്സ്പീരിയൻസ് കൂടി അവർ ചോദിക്കുന്നുണ്ട്. സോ ഇത്രയും പോസ്റ്റുകളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇനി അറിയാനുള്ള ഒരു കാര്യം, എവിടെ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് എന്നാണ്. ഇടുക്കി ലൊക്കേഷനിൽ വെച്ചാണ് ഇതിന്റെ ഒരു ഇന്റർവ്യൂ നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഫോർ കേരള ആണ്, ഓൾ കേരള വേക്കൻസിയിലേക്കാണ് ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത്. ഇതിനു മുന്നേ ഒരുപാട് സ്ഥലങ്ങളിൽ, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ, ആ ഒരു ഇന്റർവ്യൂ എത്തുന്നതിന്റെ ഏകദേശം ഒരാഴ്ച മുന്നേ ഒക്കെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്ത കാൻഡിഡേറ്റ്സിനൊക്കെ അതിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ സ്ഥലം നടക്കുന്നത് ഇടുക്കിയിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഈ വരുന്ന 7/3/2025 ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത്. വാക്കിൻ വഴിയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത്. രാവിലെ 10 മണി തൊട്ട് ഈവനിങ് 3 മണി വരെയാണ് സമയം വരുന്നത്. ഗവൺമെന്റ് കോളേജ് കട്ടപ്പന, ഇവിടെ വെച്ചാണ്. ആ ഒരു സ്ഥലം പ്രത്യേകം നോട്ട് ചെയ്യുക, ഗവൺമെന്റ് കോളേജ് കട്ടപ്പന. ഇനി പോകുന്ന ടൈമിൽ നിങ്ങൾ പ്രത്യേകം കയ്യിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കരുതേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, അതായത് ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമേ ഒക്കെ പറയും, അതിൽ പ്രത്യേകം നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വൺസ് നിങ്ങൾ സെലക്ട് ആയാൽ അതിൽ നിങ്ങളുടെ ആ റെസ്യൂമേയിൽ കൊടുത്തിട്ടുള്ള നമ്പറൊക്കെ വെച്ചായിരിക്കും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ കറക്റ്റ് നമ്പറൊക്കെ പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബയോഡാറ്റ കയ്യിൽ കരുതുക. അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ ഒക്കെ നിങ്ങളൊരു ഫോട്ടോസ്റ്റാറ്റ്സും കയ്യിൽ കരുതുക. പറ്റുകയാണെങ്കിൽ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹാർഡ് കോപ്പിയും കയ്യിൽ കരുതുക. പ്ലസ് ഇതിൻ്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ്സും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ ലുലു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇത് ലുലുവിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ലുലു റിക്രൂട്ട്മെന്റിനായിട്ട് ഒരു രീതിയിലുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നും അവർ കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. ആരെങ്കിലും നിങ്ങളിലേക്ക് എത്തുകയാണ്, അതായത് ഈ ഒരു ജോലി ഞാൻ വാങ്ങിത്തരാം, ഇത്രയും എമൗണ്ട് നിങ്ങൾ പേ ചെയ്യുക എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അത് തികച്ചും ഫേക്കാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.